ഭാരതാംബയെക്കുറിച്ച് പല രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാലം. എൻ്റെ വീട്ടിൽ എന്നെ തേടി സംഘത്തിൻ്റെ സേതുമാധവൻജി വരുന്നത് സംസ്കൃതത്തിൽ. അപ്പോൾ ഭാരതാംബയെക്കുറിച്ച് ഒരു കൃതി ആവശ്യമാണ്, ഞങ്ങൾക്കത് എഴുതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. സംസ്കൃതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഭാരതാംബയെ കുറിച്ചിട്ടൊരു പ്രാർത്ഥനാഗീതം എഴുതുന്നത്. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമോ നമസ്തേ ഭാരത ജനനി പ്രപഞ്ചമാതസ്ത്വം പ്രസീദ മധ്യം സുഖദം സുസ്ഥിര ഭാവോജ്വലമൈക്യം. സമുദ്രവസനാവരണേ, സമുദ്രമാകുന്ന വസ്ത്രം ചുറ്റിയിട്ട് ഗിരിവര കിരീടധരിണി, ഗിരിവരനാകുന്ന ഹിമാലയത്തെ കിരീടമായി ധരിച്ചവൾ എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് അത് ചെയ്തത്. ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛനോടൊപ്പം യജ്ഞവേദികളിലായിരുന്നു. ശങ്കര ഭഗവത്പാദ സ്വാമി വിവേകാനന്ദാദീന സങ്കല്പം വസുധൈവ കുടുംബം അവശ്യം കരണീയം. ഇവിടെ ശങ്കര ഭഗവത്പാദരും സ്വാമി വിവേകാനന്ദനും ഒക്കെ സ്വപ്നം കണ്ട വേദങ്ങളുടെ പരമസത്തയായിരിക്കുന്ന ആശയമായിരിക്കുന്ന വസുധൈവ കുടുംബകം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. സംസ്കൃതം പഠിക്കാനായിട്ട് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എനിക്ക് ഒരൊറ്റ ദിവസം വേണ്ടി വന്നിട്ടുള്ളൂ, ഒരു പേപ്പർ വായിച്ച് പരീക്ഷ എഴുതാനായിട്ട്. പക്ഷേ സംസ്കൃതം ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, അനായാസം ചെയ്യാൻ പറ്റില്ല. നമസ്തേ. മലയാളത്തിൽ ഒറ്റയ്ക്ക് ഒരു ബൃഹത് വിജ്ഞാനകോശം തയ്യാറാക്കിയ ആദ്യത്തെ വനിതയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വിജ്ഞാനകോശത്തിന് പുറമെ തിരുവാതിരപ്പാട്ടും നവദുർഗാ കൃതികളും എല്ലാം രചിച്ച കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത പ്രൊഫസർ കൂടിയായ ഡോക്ടർ ഉഷ രാജവാര്യർ. നമസ്തേ. നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതാംബയെക്കുറിച്ച് എഴുതിയ ഒരു സംസ്കൃതത്തിൽ എഴുതിയൊരു പ്രാർത്ഥനാഗീതമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന സാഹിത്യ സംഭാവന എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഭാരതാംബ വിഷയം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. രാഷ്ട്രീയ കേരളവും കേരള യൂണിവേഴ്സിറ്റിയിൽ ഭാരതാംബയുടെ ഒരു ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആരാണ് ഭാരതാംബ എന്ന് ചോദിച്ചവരുണ്ട് ആ ഒരു സമയത്ത്. ശരിക്കും അതിനുള്ള കൃത്യമായൊരു മറുപടിയാണ് മാമിൻ്റെ കൃതിയിലൂടെ ആളുകളിലേക്ക് എത്തുന്നത് എന്ന് തോന്നി. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കൃതി രചിച്ചത്? എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്? ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷമാണ്. കാരണം ഭാരതാംബയെക്കുറിച്ച് പല രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാലം. ഞാനും വളരെ അത്ഭുതത്തോടുകൂടി ആ പ്രതികരണങ്ങളെ നോക്കി ഇരുന്ന ഒരാളാണ്. ഒന്നും പ്രതികരിച്ചില്ല, പക്ഷേ എങ്ങനെ പ്രതികരിക്കണം എന്നറിഞ്ഞും കൂടാ. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എൻ്റെ വീട്ടിൽ എന്നെ തേടി സംഘത്തിൻ്റെ സേതുമാധവൻജി വരുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംഗീത കൃതികൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം വന്നവരും അതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ വലിയ താല്പര്യം തോന്നി. സംസ്കൃതത്തിൽ, അപ്പോൾ ഭാരതാംബയെക്കുറിച്ച് സംഘത്തിൻ്റെ 100ാം വർഷമാണിത്. അപ്പോൾ ഈ വർഷത്തിൽ സംസ്കൃതത്തിൽ ഒരു കൃതി, ഭാരതാംബയെ സ്തുതിച്ചുകൊണ്ട് ഒരു കൃതി, അല്ലെങ്കിൽ ഭാരതാംബയുടെ സ്വരൂപം നിർണയിച്ചുകൊണ്ടും ഒരു കൃതി ആവശ്യമാണ്, ഞങ്ങൾക്കത് എഴുതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം വന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമായിരുന്നു. ഇത്രയും വളരെ മുതിർന്ന സംഘത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തിത്വം, ശരിക്കും ഒരു ഡിവൈൻ പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു ആൾ, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിഷ്കാമകർമ്മി എൻ്റെ വീട്ടിലെത്തി എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതിലൊരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കാം എന്ന് മാത്രമാണ് അദ്ദേഹത്തിനോടൊപ്പം മറുപടി പറഞ്ഞത്. അദ്ദേഹം എനിക്ക് ഒപ്പം ഉണ്ടായിട്ടുള്ള കുറേ പലരും എഴുതിയത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് സംസ്കൃതത്തിലാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടു. അപ്പോൾ സംസ്കൃതത്തിൽ എല്ലാവർക്കും എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ള പ്രത്യേകിച്ച് ഇത് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ആലപിക്കേണ്ടതായ സന്ദർഭത്തിൽ അതിൻ്റെ താളം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം കൂടി മുന്നിലുള്ളത് കൊണ്ട് ആണ് അവരെന്നെ സമീപിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നി. ഞാൻ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ആ കൃതി എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. ഒപ്പം അതൊന്ന് ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്തു. എൻ്റെ തന്നെ ശബ്ദത്തിൽ ഞാനതൊന്ന് ചൊല്ലിയും കൊടുത്തു. അതിൽ അദ്ദേഹം വളരെ സന്തോഷവാനായി.
ഒപ്പം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിൻ്റെ അർത്ഥവും അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. അദ്ദേഹം തന്നെയാണ് അത് കൊണ്ടുപോയിട്ട് കേസരിയിൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മൾ സാധാരണ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അയച്ചു കൊടുത്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്യാനൊക്കെ നടക്കേണ്ടത്. അത് അദ്ദേഹം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷം തോന്നി. അതിലൊക്കെ ഉപരി ഭാരതാംബയുടെ സ്വരൂപം എനിക്ക് നിർണ്ണയിക്കാനായിട്ട് ഈശ്വര കടാക്ഷം കൊണ്ട് ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ഒരു പ്രീ പ്ലാൻഡായിട്ടോ അങ്ങനെ ഇരുന്ന് ഇനിയിപ്പോൾ എങ്ങനെ എഴുതണം എന്ന് ചിന്തിച്ചോ അങ്ങനെ ഒന്നും സംഭവിച്ചതല്ല. ഒരു ആകസ്മികമായിട്ട് തന്നെ അത് സംഭവിച്ചതാണ്. അതിലൊരുപാട് എനിക്ക് തന്നെ അത് പിന്നെ ചൊല്ലിക്കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. താളത്തിൽ എഴുതിയത് അത് ഛന്ദോമയമായി തന്നെ അത് പുറത്തേക്കെത്തി എന്നുള്ളതിലും വലിയ സന്തോഷം തോന്നി. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കൃതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഭാരതാംബയെ കുറിച്ചിട്ടൊരു പ്രാർത്ഥനാഗീതം എഴുതുന്നത്. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭാരതാംബ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കെല്ലാം വരുന്ന ഒരു ചാരുതയുള്ളൊരു സ്ത്രീ രൂപമുണ്ട്. ആ രൂപത്തെ വർണ്ണിക്കുമ്പോൾ എങ്ങനെയാണ് ആ വരികളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്? അതിന് എനിക്ക് അല്പം പോലും പ്രയാസം തോന്നിയില്ല. കാരണം ഭാരതീയമായിട്ടുള്ള വേദാന്ത ശാസ്ത്രങ്ങളും ബ്രഹ്മസൂത്രവും ഉപനിഷത്തുകളും വേദവും വേദാംഗങ്ങളും ഒക്കെ നിരന്തരമായിട്ട് ഏകദേശം ഒരു 10-35 വർഷമായിട്ട് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലൊക്കെ ഉപരി എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ യജ്ഞത്തിൽ പങ്കെടുക്കൊണ്ടും അങ്ങനെ ഒരു പാരമ്പര്യം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അച്ഛൻ യജ്ഞാചാര്യനായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഭാഗവത പുരാണവും അതേപോലെ തന്നെ രാമായണവും ഒക്കെ കൈകാര്യം ചെയ്ത് വന്ന ഒരു പാരമ്പര്യം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നത് എന്താണെന്ന് സങ്കല്പിക്കാൻ എനിക്ക് അനായാസേന സാധിച്ചു. ആ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരുമ്പോൾ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളും ശക്തി ചൈതന്യത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. ശക്തിയുടെ പ്രതിരൂപമായിട്ടാണ് ബ്രഹ്മാണ്ടങ്ങളെ കാണുന്നത്. അതിനപ്പുറം നിൽക്കുന്ന ബ്രഹ്മഭാവം. അപ്പം ബ്രഹ്മത്തിൻ്റെ അണ്ടമായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ ഒരു ഖണ്ഡമായിരിക്കുന്ന ഭാരതത്തെ ഭൂമിക്കകത്ത് തന്നെ ഒരു ഖണ്ഡമായി വന്നിരിക്കുന്ന ഭാരതത്തെ സങ്കല്പിക്കുന്നതിന് അത്ര പ്രയാസം ഉണ്ടായില്ല. പിന്നെ നമുക്കറിയാമല്ലോ സമുദ്രം താൽ ചുറ്റപ്പെട്ടതും അതുപോലെ ഹിമവാൻ ശിരസിലിരിക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, സമുദ്ര വസനാവരണി, സമുദ്രമാകുന്ന വസ്ത്രം ചുറ്റിയിട്ട് ഗിരിവര കിരീടധരിണി, ഗിരിവരനാകുന്ന ഹിമാലയത്തെ കിരീടമായി ധരിച്ചവൾ എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് അത് ചെയ്തത്. അത് സംഭവിച്ചു. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അതിന് ഒരു വലിയൊരു എല്ലാം നിമിഷങ്ങളിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ അത് ആ ഒരു സങ്കല്പത്തിൽ എഴുതാനിരുന്നപ്പോൾ അതങ്ങനെ വന്നു, ഛന്ദോനിബദ്ധമായിട്ട് തന്നെ വന്നു. അതിലൊരു വലിയ സന്തോഷം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാഗീതത്തിലെ 2 വരികൾ ചൊല്ലാൻ സാധിക്കുമോ? ഓർമ്മയിൽ കുറേ വരികളുണ്ട്, കുറച്ച് ഞാൻ ചൊല്ലാം. ഒന്നാതെ ഈ പാടാൻ പഠിപ്പിച്ച ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഒരുപാട് നാളായി ഞാൻ പാടിയിട്ട്, എങ്കിലും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാടാം. നമോ നമസ്തേ ഭാരത ജനനി പ്രപഞ്ചമാതസ്ത്വം പ്രസീദ മഹ്യം സുഖദം സുസ്ഥിര ഭാവോജ്വലമൈക്യം സമുദ്രവസനാവരണി ഗിരിവര കിരീടധരിണി ത്വം പ്രകാശയ സവിതാരം നവയുഗ ഭാരത ചൈതന്യം അഖണ്ഡ ഭാരത ചൈതന്യേ പരമനന്ദ ഗുണദാത്രി അഖിലാഗമ സാരസതത്വജ്ഞേ പ്രണവാമൃതഗാത്രി അഖണ്ഡ കോടി പ്രഭൃതീനാം ലോകാനാം വരധാത്രി അഖിലാണ്ടേശ്വരി വിതരതു മഹ്യം ധീമയ ഗായത്രി ഗംഗാ യമുന ഗോദാവരി സരസ്വതി സിന്ധു നർമ്മദ കാവേരീഭിർ വസുധാ ധാരാം പ്രവഹന്തി ഏഭിः സപ്തനദീഭിः സതതം വിശുദ്ധിമാപ്തുമഹോ മനുജാഃ സർവേ തവ പദജലധൗ സ്നാനം കുർവന്തി തീർത്ഥസ്നാനം കുർവന്തി നാനാത്വേ പരമേകത്വം സത്കർമ്മണി സംസ്ഥിയം സർവജനാനാമൈക്യം സമദാ സഹവർത്തിത്വം ച
സമ്പദ്വർദ്ധനമായുർവർദ്ധന അവിരതമതിധൈര്യം വിരചയ ഋഷിഗണസഹിത ഭാരതഭൂമൗ ജഗദംബേ ഭാരതഭൂമൗ ജഗദംബേ. തീർച്ചയായിട്ടും അത്രയും മനോഹരമായിട്ടുള്ള വരികളാണ്. ഒപ്പം എല്ലാം ചൊല്ലിയില്ല, ആ താളവും എല്ലാം അതിനൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളത് കൂടി. എല്ലാവരെയും ഞാൻ ഭാരതത്തിൻ്റെ സങ്കല്പം, അതായത് പൗരാണിക വേദം തൊട്ട് ഇങ്ങോട്ടുള്ള ഭാരതത്തിൽ എന്താണോ ഭാരതത്തെക്കുറിച്ച് സങ്കല്പിച്ചിരിക്കുന്നത്, ഈ ഭാരതം ഒരു നാനാത്വത്തിൽ ഏകത്വവും എന്താ പറയുക സഹവർത്തിത്വവും സമത്വവും ഒക്കെ ഒരുപാട് ആയിരക്കണക്കിന് തവണ വസുധൈവ കുടുംബകം എന്നുള്ള ഞാൻ എൻ്റെ കൃതിയിൽ തന്നെ അത് കൊണ്ടിട്ടുണ്ട്. ശങ്കര ഭഗവത് പാദ സ്വാമി വിവേകാനന്ദാദീന സങ്കല്പം വസുധൈവ കുടുംബം അവശ്യം കരണീയം. ഇവിടെ ശങ്കര ഭഗവത്പാദരും സ്വാമി വിവേകാനന്ദനും ഒക്കെ സ്വപ്നം കണ്ട വേദങ്ങളുടെ പരമസത്തയായിരിക്കുന്ന ആശയമായിരിക്കുന്ന വസുധൈവ കുടുംബകം എന്ന ആ ആശയത്തെ ഇവിടെ നിശ്ചയമായും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്, ഇവിടെ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശമദമസാധനയാ സഹിതം സ്വം സമർപ്പണേന വയം. നമ്മൾ ശമദമാദികൾ ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയന്ത്രണമാണ്, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണമാണ്. അപ്പം മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ ഒക്കെ അന്തരിന്ദ്രിയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രണം ചെയ്തുകൊണ്ട് സ്വം സമർപ്പണേന ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ഞങ്ങൾ യത്നം കുർമ്മ സതതം ഭാരതഭൂമേരഭിവൃദ്ധി എന്നാണ്. എപ്പോഴും ഞങ്ങൾ ഭാരതഭൂമിയുടെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് ഞങ്ങൾ യത്നം ചെയ്തുകൊണ്ടിരിക്കും, പ്രയത്നിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. പിന്നെ വൃദ്ധി എന്ന് പറയുന്ന ഒരു ഐശ്വര്യ ശബ്ദത്തിൽ അത് കൃതി അവസാനിപ്പിക്കാനും സാധിച്ചു. അത് ഒക്കെ സംഭവിച്ചതാണ്. നമ്മൾ ഒരുപാട് ബീജാക്ഷരങ്ങൾ ഇതിനകത്തിലേക്ക് ഇൻ്റർപൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു താളക്കെട്ടിലേക്ക് വന്നപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇപ്പം ഗം എന്നുള്ളത് ഗംഗ യമുന, അതുപോലെ സരസ്വതി, എന്നുള്ളത് സരസ്വതിയുടെ മൂലബീജമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇതിനകത്തിലേക്ക് നമുക്ക് കോറിലേറ്റ് ചെയ്തുകൊണ്ട് ആ കൃതി ചെയ്യാനായിട്ട് സാധിച്ചു. അതൊരു ദേവനാഗരി ദേവഭാഷയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ദേവഭാഷയിൽ ഇപ്പം സാധാരണഗതിയിൽ ഒരു കൃതി നമുക്ക് വരുന്നത് പോലെ അങ്ങനെ അനർഗളമായിട്ട് വരണം എന്നില്ല. അതൊരു ഒരു നല്ല സാധനയുണ്ടെങ്കിൽ മാത്രമേ സംസ്കൃതത്തിൽ അത് സംഭവിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ കൃതി ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ നമുക്കറിയാം ദേവഭാഷയാണ് സംസ്കൃതം. സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അതിനോടുള്ള അത് പഠിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ എത്രാം വയസ്സ് മുതലാണ് വരുന്നത്? എങ്ങനെയാണ് സംസ്കൃത ഭാഷയോട് ഇത്രയും അടുത്ത് ഉള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നത്? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അച്ഛൻ എന്നെ ഒരു സാധാരണ കുട്ടിയെ വളർത്തുന്നത് പോലെ അല്ല വളർത്തിയത്. ഇപ്പം നോർമലി ഒരു കുട്ടി വളരുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായി സ്കൂളിൽ പോകുക, സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, അങ്ങനെയാണ്. പക്ഷെ എന്നെ ശരിക്കും അച്ഛനെ സ്കൂളിലോട്ട് വളരെ കുറച്ചേ വിട്ടിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛനോടൊപ്പം യജ്ഞവേദികളിലായിരുന്നു. അച്ഛനും ആദ്യകാലങ്ങളിലൊക്കെ അച്ഛൻ പാരായണമായിരുന്നു. പിന്നീട് അച്ഛൻ യജ്ഞം നടത്തുന്ന ആ ഒരു തലത്തിലേക്ക് വന്നു. അങ്ങനെ അച്ഛനോടൊപ്പം പാരായണം ചെയ്യുകയും അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അച്ഛൻ എന്നെ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു സംസ്കൃതം ശാസ്ത്രി ഉണ്ടായിരുന്നു, കൃഷ്ണശാസ്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കുകയാണ് സംസ്കൃതം പഠിപ്പിക്കാനായിട്ട്. ഒപ്പം ക്ഷേത്രത്തിലൊരു മതപാഠശാല ഉണ്ടായിരുന്നു, സനാതനധർമ്മ രവിവാര പാഠശാല എന്ന് പറഞ്ഞ് ക്ഷേത്രാങ്കണത്തിൽ തന്നെ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്നതിനായിട്ട് അങ്ങനെയൊന്ന് ഒരു കാര്യം ഓർഗനൈസ് ചെയ്തു. അതിൽ കുട്ടികളെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടും എന്നെയും നേരെ മുത്ത ചേച്ചിയെയും അനിയത്തിയും ഞങ്ങളെ അവിടെ കൊണ്ടാക്കുകയാണ്. പക്ഷേ ചേച്ചി പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് വിട്ടുപോയി. പക്ഷേ ഞാനും അനിയത്തിയും അവിടെ കൃത്യമായിട്ട് പോവുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുകയും അങ്ങനെ അവിടെ വെച്ച് ശാസ്ത്രി സാർ അവിടെയും പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഭഗവത്ഗീത 700 ശ്ലോകവും അദ്ദേഹം നമ്മളെ കാണാതെ പഠിപ്പിച്ചു. ശബ്ദരൂപങ്ങൾ, ധാതുരൂപങ്ങൾ, അമരകോശങ്ങൾ, എല്ലാം പഠിപ്പിച്ചു. അതേപോലെ തന്നെ നാരായണീയം മുഴുവനും കാണാതെ ചൊല്ലാൻ പഠിപ്പിച്ചു. ഇതൊക്കെ മത്സരങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് ഈ
പാഠശാലയുടെ മത്സരങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ച് അതിലെല്ലാം ഏറ്റവും കൂടുതൽ പോയിന്റൊക്കെ വാങ്ങി ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ വാങ്ങി നിരവധി തവണ അങ്ങനെ വാങ്ങിക്കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ തുടർന്ന് വന്ന് അപ്പോഴും എനിക്കറിയില്ല ഞാൻ എന്തിനാണ് സംസ്കൃതം പഠിക്കുന്നതെന്ന്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു പിന്നെ പ്രീ ഡിഗ്രി ഒക്കെ പോയ സമയത്താണ് എനിക്ക് പന്തളം കോളേജിൽ സംസ്കൃതം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും എനിക്ക് മറ്റ് വിഷയങ്ങളിലോടൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. എനിക്ക് ഫിസിക്സും ഒക്കെ സ്കൂൾ ടൈമിൽ വലിയ ഇഷ്ടമായിരുന്നു, ഫിസിക്സ് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫിസിക്സൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു വിചാരം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെയോ മാറി. അത് ഈ പന്തളം കോളേജിൽ ഡിഗ്രിക്ക് സംസ്കൃതം ഉണ്ടെന്ന് അറിഞ്ഞതോടുകൂടി എൻ്റെ അതുവരെയുള്ള ചിന്ത മുഴുവനും മാറിയിട്ട് അതിനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ് നിമിത്തവും. രാജൻ തമ്പാൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറ് ക്ലാസ്സിൽ സംസ്കൃതത്തെ പറ്റി സംസാരിച്ചതും നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് പഠിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്താണ്, പട്ടത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു മോട്ടിവേഷൻ സംസ്കൃതം ഐച്ഛികമായി എടുക്കുന്നതിന് നിമിത്തമാവുകയും അന്ന് തൊട്ട് അപ്പോൾ എനിക്കവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ ഒരുവിധപ്പെട്ട സിലബസിലെ മിക്ക വിഷയങ്ങളും ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അതും കാണാതെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് അവിടെ പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും എൻ്റെ ടൈം കൂടുതലും ഞാൻ ട്യൂഷൻ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. സാമ്പത്തികമായിട്ടും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ടൈമൊക്കെ ഉപയോഗിച്ചു. പിന്നീട് അവിടെ നിന്ന് PG ചെയ്തു, MPhil ചെയ്തു, B.Ed ചെയ്തു, PhD ചെയ്തു, ഇതെല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ മറ്റ് ഇംഗ്ലീഷിലൊക്കെ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താ പറയുക, ഇംഗ്ലീഷൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഇംഗ്ലീഷ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്, ആ ലിറ്ററേച്ചറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താണ് നമ്മളുടെ മഹത്വമെന്നും നമ്മുടെ സംസ്കൃതം പഠിക്കാനായിട്ട് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എനിക്ക് ഒരൊറ്റ ദിവസമേ വേണ്ടി വന്നിട്ടുള്ളൂ ഒരു പേപ്പർ വായിച്ച് പരീക്ഷ എഴുതാനായിട്ട്. പക്ഷേ സംസ്കൃതം ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, അനായാസം ചെയ്യാൻ പറ്റില്ല. അതിന് ശരിക്കും ഒരു ഡെഡിക്കേഷൻ വേണം.